ആറാട്ടുപുഴ സനാതന ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം സമാപിച്ചു. KV കുച്ചുകൃഷ്ണ ഗണകൻ സ്മാരക സംസ്കൃത സേവാ പുരസ്കാരം സംസ്കൃത അധ്യാപകൻ C പ്രകാശന് സമ്മാനിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി, KR സതീശൻ, സ്വാമി സദ്ഭവാനന്ദ, KP ഹരിദാസ്, K സ്മിത എന്നിവർ സംസാരിച്ചു. സംപൂജ്യ പുരുഷോത്തമാനന്ദ സരസ്വതി സന്ദേശം നൽകി. സ്വാമി തേജസ്വരൂപാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. ഇന്ത്യ മുഴുവൻ ഇന്ന് യുവജനദിനമായിട്ട് ആഘോഷിക്കുന്നു. വേലൂർ മഠത്തിലേക്ക് 10,000-കണക്കിന് യുവാക്കൾ ഇന്ന് എത്തിച്ചേരുന്നുണ്ട്. ഇന്ന് സാഹിത്യ അക്കാദമിയിൽ വലിയൊരു പരിപാടി നമ്മൾ രാമകൃഷ്ണ മഠത്തിൻ്റെയും പിന്നെ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി സഹകരിച്ച് നടത്തിയിരുന്നു. വിവേകാനന്ദൻ ലോകത്തിൻ്റെയാണ്. ശ്രീരാമകൃഷ്ണദേവൻ എങ്ങനെയാണോ ഈ ലോകത്തിൻ്റെ, അതേപോലെ തന്നെയാണ് വിവേകാനന്ദനും. ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തിൻ്റെ മഹത്വം, ശ്രീരാമകൃഷ്ണദേവൻ ഈശ്വര ദർശനത്തിന് വേണ്ടി വിവേകാനന്ദ സ്വാമിജി അദ്ദേഹത്തെ സമീപിക്കുന്നത് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യമായിട്ടാണ്. അങ്ങനെ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ഞാൻ നിന്നെ കാണുന്നതിന് വ്യക്തമായിട്ട് ഈശ്വരനെ കാണുന്നു എന്ന് പറഞ്ഞ് നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് വിവേകാനന്ദ സ്വാമിജി ശിഷ്യത്വം സ്വീകരിക്കുന്നത്. നിരന്തരമായിട്ടുള്ള കാളി ദേവിയെ ഉപാസിച്ച് അവസാനം കാളി ദേവിയെ പ്രത്യക്ഷപ്പെടുത്തി. പിന്നീട് ഭഗവാന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കും കാളിദേവി ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിൽ ഭഗവാന്റെ കൂടെ നടക്കുന്നതും. ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതം വായിച്ചവർക്ക് മനസ്സിലാവും. ശ്രീരാമകൃഷ്ണദേവൻ കൊടുക്കുന്ന ലഡു പോലത്തെ പ്രസാദം സ്വീകരിക്കുന്നതും ഭഗവാൻ കാളിദേവിക്ക് വേണ്ടിയിട്ട് ദശേശ്വരം ഉദ്യാനത്തിൽ ഇങ്ങനെ പൂക്കളൊക്കെ പറിക്കാൻ പോകുമ്പോൾ ഭഗവാന്റെ കൂടെ ചെറിയ പെൺകുട്ടിയുടെ രൂപത്തിലൊക്കെ ഭഗവാനെ സഹായിക്കുന്ന രംഗങ്ങളൊക്കെ ജീവിതത്തിലുണ്ട്. ശ്രീരാമകൃഷ്ണദേവന്റെ ജീവിതവും വിവേകാനന്ദ ജീവിതമൊക്കെ ശ്രീരാമകൃഷ്ണ മഠങ്ങളുടെ പുസ്തകങ്ങൾ ഇവിടെ കിട്ടും. അപ്പോൾ നിങ്ങൾ വായിക്കണം. ആരാണ് ശ്രീരാമകൃഷ്ണദേവൻ, വിവേകാനന്ദ മനസ്സിലാവും. നമ്മൾ അഭിമുഖീകരിക്കുന്ന തീക്ഷ്ണവും തീവ്രവുമായ യാഥാർത്ഥ്യങ്ങളോട് അതിനെ അഭിമുഖീകരിക്കുന്നതിനും അതിനെ മറികടക്കുന്നതിനും നമ്മളിൽ ഓരോരുത്തരെയും നമ്മുടെ സമാജത്തെയും ശക്തവും സജ്ജവുമാക്കുന്നതിന് വേണ്ടിയാണ് ആറാട്ടുപുഴ ഹിന്ദു മഹാസമ്മേളനം തുടങ്ങിയത്. ഇതിന്റെ സന്ദേശം തന്നെ ശക്തീകരണത്തിലൂടെ സർവ്വ ഐശ്വര്യത്തിലേക്ക് എന്നതാണ്. ഇത് മറന്നു പോകരുത്. പലപ്പോഴും ആഘോഷത്തിമപ്പുകളുടെയും മറ്റു പ്രസംഗങ്ങളുടെയും ബഹളങ്ങൾക്കിടയിൽ നമ്മൾ ഈ മൗലിക സന്ദേശം, ആറാട്ടുപുഴ സമ്മേളനത്തിന്റെ മൗലികമായ സന്ദേശം മറന്നു പോകുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. അതിൽ വ്യക്തമായി നമ്മൾ സ്വദേശപൂർവ്വം കരുപിടിപ്പിച്ച ആവിഷ്കരിച്ച 2 പദങ്ങളാണ്, സംയുക്ത പദങ്ങളാണ്. ശക്തീകരണത്തിലൂടെ സർവ ഐശ്വര്യത്തിലേക്ക്. പ്രമുഖ സ്ഥാനം അതിൽ കൊടുത്തത് ശക്തിക്കാണ്, ബലത്തിനാണ്, കരുത്തിനാണ്. ഈ ബലത്തെക്കുറിച്ച് ഏറ്റവും അധികം പറഞ്ഞ വ്യക്തികളാണ്, നമുക്ക് പറഞ്ഞു തന്ന വ്യക്തി കൂടിയാണ് വിവേകാനന്ദ സ്വാമികൾ. ലോകോത്തര നിലവാരമുള്ള അതിനൂതന രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ. ഏറ്റവും മികച്ച ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം. കാഷ്വാലിറ്റി, ഫാർമസി, ECG, ആംബുലൻസ്, നഴ്സിംഗ് സേവനങ്ങൾ 24 മണിക്കൂറും ലഭിക്കുന്നു. എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട. ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളുടെ ഉത്തരവാദിത്വം. ചികിത്സയ്ക്കായി ഇനി മുത്തുള്ളിയാൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ റൈഗൽ ഉണ്ട്. റൈഗൽ മെഡിക്കെയർ ഹോസ്പിറ്റൽ, കോസ്മോ ബിൽഡിംഗ്, മുത്തുള്ളിയാൽ. For enquiries and bookings, contact 7994223356, 7994423356.